ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ ചെങ്കംതറ വീട്ടിൽ തെരച്ചിൽ നടത്തിയത് കനത്ത പോലീസ് കാവലിൽ. സെബാസ്റ്റ്യന്റെ വീട്ടിലെ തെരച്ചിൽ വിവരമറിഞ്ഞ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളെത്തി. ഓരോ സമയത്തും പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നതിനാൽ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു നാട്ടുകാർ. രാത്രി 7:30 തിരച്ചിൽ അവസാനിക്കുന്നതുവരെ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. പോലീസിന്റെ സഹായത്തിനായി വീട്ടിലേക്കെത്തിയ ജനപ്രതിനിധികളോടുൾപ്പെടെ കുശലം പറഞ്ഞ് കൂളായാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിനൊപ്പം നിന്നത്. ആളും ബഹളവും വീടരിച്ചു പെറുക്കിയുള്ള തിരച്ചിലുകൾക്കിടയിലും ഇയാൾ ഒന്നും പ്രതികരിച്ചില്ല. രാത്രിയോടെയാണ് ഇയാളെ കോട്ടയത്തേക്ക് മടക്കിക്കൊണ്ടുപോയത്. സെബാസ്റ്റ്യന്റെ വീട്ടിലെ തെരച്ചിലിൽ മണ്ണിനടിയിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള കഡാവർ നായ ഏഞ്ചലും പങ്കെടുത്തു. പരിശോധനയുടെ 2ാം ഘട്ടത്തിലാണ് ഏഞ്ചൽ രംഗത്തിറങ്ങിയത്. വീട്ടുവളപ്പിൽ പലയിടത്തും ഓടി നടന്ന ഏഞ്ചലാണ് മരത്തിൽ കുരുക്കിയിട്ടിരുന്ന ജൈനമ്മയുടേതെന്ന് സംശയിക്കുന്ന കൊന്തയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. വീട്ടുവളപ്പിലാകെയും കുളങ്ങളിലും സെപ്റ്റിക് ടാങ്കിലും കിണറിലും പരിശോധിച്ച് വൈകിട്ടോടെ വീടിനുള്ളിൽ പ്രത്യേക പണിക്കാരെ എത്തിച്ച് മാർബിൾ നീക്കി തറ പൊളിച്ചും ഓടിളക്കി മച്ചിനുള്ളിലും പരിശോധനകൾ നടത്തി.